പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ള ചെറിയ വഴക്കുകളുടെ തുടക്കം മിക്കതും ഹൗസ് ഹോൾഡ് ചോഴ്സിൽ നിന്നായിരിക്കും. അതിലൊരു പാർട്ട്ണർക്ക് വീട് വൃത്തിയായി കിടക്കണം എന്ന് ശ്രദ്ധിക്കുന്ന ആളുമായിരിക്കും. പലപ്പോഴും വീട് വൃത്തിയല്ലാത്ത സാഹചര്യത്തിലോ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാത്ത സാഹചര്യത്തിലോ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടേക്കാം. ആ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്കൊരു അറ്റാക്കിംഗ് പോലെ ആയിരിക്കാം ചിലപ്പോൾ ഫീൽ ആവുക. സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള് ഇതിന്റെ ഇരട്ടി എന്ന രീതിയിൽ തിരിച്ചു പറയുകയും ചെയ്യും. ഇവിടെ നിന്നായിരിക്കും പല ചെറിയ പ്രശ്നങ്ങളും വലിയൊരു പ്രശ്നത്തിലോട്ട് നയിക്കുക. എന്നാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും അവര് നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ടോ ബ്ലെയിം ചെയ്യാനല്ല ശ്രമിക്കുന്നത്. വീട് വൃത്തിയായി കിടക്കാത്തതിന്റെയും എല്ലാം കൂടി ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെയും ഒരു സഹായം കിട്ടാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അവർ ദേഷ്യമായി പ്രകടിപ്പിക്കുന്നത്. അതവിടെ ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിലായിരിക്കില്ല അവരുദ്ദേശിക്കുക. തിരിച്ച് അതിന്റെ ഇരട്ടിയായി ദേഷ്യപ്പെടുന്നതിന് പകരം, ശരിയാണ് വീട് മൊത്തം വൃത്തികേടാണ്, നീ എനിക്ക് കുറച്ച് സമയം താ, ഞാനിത് ഹെൽപ്പ് ചെയ്യാം, ഞാൻ ക്ലീൻ ആക്കിക്കോളാം എന്ന് പറയുവാണെങ്കിൽ പല വഴക്കുകളും നമുക്ക് അവിടെ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, അവര് നിങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതിന്റെയും ഒരു സഹായം ലഭിക്കാത്തതിന്റെയും ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവരവിടെ കാണിക്കുന്നത്.